മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഉണ്ണിയുടെ ദിയമോളെ, ഇപ്പൊ അവരൊക്കെ ഒന്നായി. നമ്മളൊക്കെ തവിട് കൊടുത്ത് വാങ്ങിച്ചാണോ? ആദ്യം അവരോടായി ചോദിച്ചു. വാട്ട് ഈസ് എ തവിട് മാൻ? ദിയ മുഖം ചൊളിച്ചുകൊണ്ട് ആദ്യം നോക്കി. താവിട് മാനല്ലടി കസ്തൂരിമാൻ. ഇതൊക്കെ എന്തോന്ന് ജന്മടി. കുട്ടി നിക്കറിട്ട് ഇറങ്ങിയിരിക്കും ഓരോ പൊട്ടത്തിലായിട്ട്. നീയൊക്കെ മലയാളി തന്നെയാണോ? അവിടെ ഒരു തവിട് മാൻ. ആദ്യോടാണ് ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞ മനുവാണ്. യു കൺട്രി മാൻ, ഞാൻ തന്നോട് ചോദിച്ചിട്ടില്ല. രാവിലെ കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ദയാവന്റെ മൂക്കിലേക്ക് മുഷ്ടിരുട്ടിക്കൊണ്ട് ചോദിച്ചു. അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല ദുബായ് അമ്മച്ചി. കേട്ടും കെട്ടി വന്നിരിക്കുക ബാക്കിയുള്ളവർക്ക് അംഗഭംഗം ഉണ്ടാക്കാൻ. മനു അവളെ നോക്കി കൈകൂപ്പി കാണിച്ചു. ഋഷിയും തനുവും മുത്തി അവരുടെ വഴക്കേണ്ട ശരിയാണ്. എല്ലാവരുടെയും മുഖത്തെ സങ്കടമൊക്കെ മാറി സന്തോഷം വന്ന പോലെ. മനുവും തീയും മാത്രം നോക്കി കലിപ്പിക്കുന്നുണ്ട്. എന്തോ പോയ അണ്ണാനെ പോലെ ഉണ്ണിയും. അപ്പൊ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഋഷിയോട് 2 കാര്യങ്ങൾ, അതായത് 2 നിബന്ധനകൾ പറയാനുണ്ട്. അത് സമ്മതാണോ എന്ന് നീ പറയണം. മുത്തി ഋഷിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. മുത്തി പറഞ്ഞെന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എനിക്ക് 100 വട്ടം സമ്മതം. മനു അരുതബു എന്ന് വിലക്കിയിട്ടും ആവേശത്താൽ അതിനെയൊക്കെ അവഗണിച്ച് ഋഷി മുത്തിക്ക് വാക്കൊടുത്തു. എല്ലാവരുടെ കണ്ണുകളും കാര്യം എന്തെന്നറിയാൻ മുത്തിയിൽ തറഞ്ഞു നിന്നു. 1, ഇന്ന് മുതൽ ഈ വീട്ടിൽ ടിക്ടോക്ക് ചെയ്യാൻ വിലക്കിടില്ലെന്ന് ഋഷിമോൻ എഴുതി ഒപ്പിട്ട് തരണം. അതാണ് ഇത്ര വലിയ കാര്യം. എപ്പോഴെഴുതി ഒപ്പിട്ട് തന്നു ചോദിച്ചാൽ മതി മുത്ത്. ഋഷി മുത്തിയുടെ കവിളിൽ നിന്ന് വിളിക്കൊണ്ട് പറഞ്ഞു. 2, എല്ലാവരും 2 അറിയാൻ ആകാംക്ഷയോടെ മുത്തിയെ നോക്കി. ഋഷിയാണെങ്കിൽ ആദ്യത്തെ കേട്ടപ്പോൾ തന്നെ ഹാപ്പിയാണ്. അതുകൊണ്ട് അവന് മാത്രം വലിയ ടെൻഷൻ ഉണ്ടായില്ല. ഋഷി, ഞാൻ വീണ്ടും പറയാം, തള്ളക്കാഞ്ഞ വിത്ത വെറുതെ വാക്കൊടുക്കല്. നിനക്കുള്ള വല്ല അടാറ് പണിയായിരിക്കും. ഇല്ലടാ, എനിക്കറിഞ്ഞൂടെ എന്നെ മുത്തിയെ. അതിനെ എനിക്ക് പറയാനുള്ളത്. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളും. കൺട്രി മാൻ, സ്റ്റോപ്പ് ടോക്കിംഗ് പ്ലീസ്. മുത്തി, യു പ്ലീസ് കണ്ടിന്യൂ. ദിയ മനുവിനെ നോക്കി കണ്ണിരിട്ടിക്കൊണ്ട് മുത്തിക്ക് 2ാമത്തെ കണ്ടീഷൻ പറയാനുള്ള അനുവാദം കൊടുത്തു. നിനക്ക് ഇനിയും മതിയായിട്ടില്ല ലേഡി. മനു ദിയെ നോക്കി പരിഹരിച്ചു. 2ാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാ ഇവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. കണ്ടോടാ മനു, നീ എന്താ പറഞ്ഞേ? ഇത് എനിക്കുള്ള പണിയാണെന്നല്ലേ? ഇതേ ഞങ്ങളുടെ മുത്തി അല്ല, മുത്താണ്, മുത്ത്. ഋഷി സന്തോഷം കൊണ്ടുപോയി മുത്തിയെ ചേർത്ത് പിടിച്ചു. മുത്തി പറഞ്ഞു തീർന്നില്ല ഋഷിക്കുട്ട. എല്ലാവരും മുത്തിയുടെ നേർക്ക് നോക്കി. ചെറുക്കനും പെണ്ണും കല്യാണം വരെ ഒരേ വീട്ടിൽ താമസിക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് മുതൽ തനു മനുവിന്റെ വീട്ടിൽ നിൽക്കട്ടെ, കല്യാണം വരെ. അത് കേട്ടതും ഇപ്പോഴെങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ മനു ഋഷിയെ നോക്കി. കാറ്റുപോയ ബലൂൺ പോലെയുള്ള ഋഷിയുടെ നിൽപ്പ് കണ്ട് ചുറ്റുമുള്ളവർ ചിരി അടക്കി പിടിച്ചു നിന്നു. സമ്മതാണോ ഋഷിക്ക്? മുത്തി ചോദിച്ചവും എല്ലാവരുടെയും നോട്ട് ഋഷിക്ക് നേരെ തിരിഞ്ഞു. അവന്റെ മറുപടിക്ക് വേണ്ടി കാതോർത്തു. മുത്തി പറഞ്ഞ 2ാമത്തെ കണ്ടീഷൻ കേട്ടതും ഋഷി പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ചുറ്റും നോക്കി. എല്ലാ മിഴികളിലും സഹതാപം മാത്രം. മനു മാത്രം നോക്കി പുച്ഛിക്കുന്നു. പുല്ല്, അവൻ പറഞ്ഞു കേട്ടാൽ മതിയായിരുന്നു. ഋഷി ആ നിമിഷത്തെ മനസ്സാൽ ശപിച്ചു. എന്താ സമ്മതാണോ ഋഷിക്കൂട്ടന്? മുത്തി ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഋഷി തനുവിനെയൊന്ന് പാളി നോക്കി. അവളും അവൻ എന്താണ് പറയുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അവൻ വീണ്ടും മുത്തിക്ക് നേരെ തിരിഞ്ഞു. എനിക്ക് സമ്മതമല്ല, സമ്മതമല്ല, സമ്മതമല്ല. ഋഷി 2 കൽപ്പിച്ച് മുത്തിയുടെ മുന്നിൽ നിന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ഋഷിക്കൂട്ടന് സമ്മതമല്ലാത്ത സ്ഥിതിക്ക്, മുത്തി പറഞ്ഞ് ഋഷി ആശ്വാസത്തിന് നെടുവീർപ്പെട്ടു. നമുക്ക് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നോക്കാം. അത് കേട്ടെന്ന് ഋഷി നെഞ്ചത്ത് കൈവച്ചു. ഈ വീട്ടിലെ പട്ടിയും പൂച്ചയും പോലും തന്റെ ഭാഗത്തേക്കെന്ന് ഋഷിക്ക് നല്ലപോലെ അറിയാം. അവൻ തിരിഞ്ഞ് മനുവിനെ നോക്കി. നിനക്കിത് വേണോടാ? ഞാൻ പറഞ്ഞപ്പോ പുച്ഛം പാരി വിതറിയല്ലായിരുന്നോ? സ്വന്തം കൂട്ടാനെ ബഹുമാനിക്കാൻ പഠിക്കടാ മാറി നീ. അനുഭവിക്ക്. മനു ഋഷിയുള്ള തന്നെ നീരസം വ്യക്തമാക്കി. അളിയ ശവത്തി കുത്തരുത് പ്ലീസ്. കുത്തുടാ, തലങ്ങും വിലങ്ങും കുത്തും. തൊണ്ട പൊട്ടി ഞാൻ പറഞ്ഞില്ലേ ഈ ടിക്ടോക്ക് റാണിയെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് ഇപ്പൊ പവനായി ശവമായി ആയപ്പോ സമാധാനമല്ലോ. അനുഭവിക്ക്. പറ്റിപ്പോയടാ, സഹായിക്കണം പ്ലീസ്. ഋഷി കെഞ്ചി കേണു. നോമോനെ, അസാധുവാക്കിയാൽ പോലും ഞാനും നിനക്ക് വോട്ട് ചെയ്യില്ല. സോറി. അപ്പോഴേക്കും മുത്തി ഋഷി അനുകൂലിക്കുന്നവർ കൈപൊക്കാൻ പറഞ്ഞതും ഒരു ഈച്ച കുഞ്ഞു പോലും പൊക്കിയില്ല. വോട്ടെടുപ്പ് ഋഷി ദയനീയമായി പരാജയപ്പെട്ടു. ഡാ, നീ പോലും എന്നെ ഒറ്റിയല്ലേ? ഋഷി ദയനീയമായി മനുവിനെ നോക്കി. യെസ് മോനെ, കൂട്ടുകാരന്റെ ചൊല്ലുമൂത് നെല്ലിക്ക് ആദ്യം കൈപ്പാണെന്ന് പറഞ്ഞ് തുപ്പിയ നീ ഇതല്ല ഇതിനപ്പുറം അനുഭവിക്കണടാ. മനു ഋഷിക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. എന്താ മനുവിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? 2 കൂടെ പിറുവിറുക്കുന്ന കണ്ടിട്ട് മുത്തി ചോദിച്ചു. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല തള്ളേ. അല്ല മുത്തി, പിന്നെന്താ ഒരു കുശുകുശുപ്പ്? അത് പിന്നെ ഋഷി പറയായിരുന്നേ, ഞാനിവിടെ ഉള്ള സ്ഥിതിക്ക് ഇന്നിനെ തന്നെ കൊണ്ടുപോയിക്കോളാൻ അല്ലേടാ. ഋഷിയുടെ പെട്ടിയിൽ അവസാനമാണ് ഈ കമ്പിപ്പാര വെച്ച് ആഞ്ഞടിച്ചു മനുക്കുട്ടൻ. ദ്രോഹി. ഋഷി അവനെ നോക്കി പല്ലിയരിച്ചു. ഋഷിയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. നാളെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചതാ. എന്നാ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ. മനു ഇവിടെ ഉണ്ടല്ലോ.
മുത്തി അവസാന തീരുമാനം പറഞ്ഞോടുകൂടി ഋഷി നിഷ്കളങ്കതയുടെ പര്യായം പോലെ നിൽക്കുന്ന മനുവിനെ രൂക്ഷമായി നോക്കി. മനു അവന്റെ കൈയളത്തിൽ നിന്നും മാറിയെന്നു. ഒരു സേഫ്റ്റിക്ക് അതാ നല്ലത്. വളരെ നല്ല തീരുമാനം. അല്ലെങ്കിലും വെടിമരുന്നും തീപ്പന്തോ ഒരിടത്ത് സൂക്ഷിച്ച ചരിത്രം നമ്മുടെ കുടുംബത്തിലില്ല. പലതും മുന്നേ തന്നെ കണ്ട് കിളി പോയിരിക്കുന്ന ആദ്യം ഒന്ന് താങ്ങി ഋഷിക്കിട്ട്. മനുവാണെങ്കിൽ ഋഷിക്കിട്ടൊരു പണിയെടുത്ത സന്തോഷത്തിലായിരുന്നു. എന്നും ഇങ്ങോട്ടാണ് പണി കിട്ടുന്നത്. അവനെ എന്തോ പോയുള്ള നിൽപ്പ് കണ്ട് എല്ലാവരും ചിരി കടിച്ചമർത്തി നിന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ വാലുമുറി നിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും എടുത്തിട്ട് മേയുന്നവനാ. റൂമിൽ വന്ന് ഡ്രസ്സ് അടുക്കി വെക്കുമ്പോഴാണ് തരുവിന്റെ പിന്നിലൂടെ 2 കൈകൾ ചുറ്റി വരിഞ്ഞത്. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ പരിഭവലാഞ്ചനയുള്ള മുഖത്തോട് ഋഷി. പോവണോ? ഋഷിയേട്ടനല്ലേ മനുവേനോട് ഇന്നെ കൊണ്ടുപോയിക്കളാൻ പറഞ്ഞ്. എന്നിട്ടാണോ? ആ തെണ്ടിക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. സാമദ്രോഹി, കാലുവാരി തെണ്ടി. എന്നെ കാണാൻ വരുമോ അങ്ങോട്ട്? ആൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അതെന്ത് ചോദ്യം? എപ്പോ ഒന്നും ചോദിച്ചാൽ മതി. ഞാനിനി അവിടെ തന്നെ ആയിരിക്കും. അയ്യടാ അത് വേണ്ട, വേഗം കെട്ടിക്കൊണ്ട് വന്നാൽ മതി. ആളോ എന്നെ നെഞ്ചോരം ചേർന്ന് നിന്ന് പറഞ്ഞതും അവൻ 2 കൈകളും കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ല, അതിനുമുമ്പേ പോകണല്ലോ പെണ്ണേ. ആളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ കുറുകിക്കൊണ്ട് ഒന്നുകൂടെ ചേർന്ന് നിന്നു, പോവാൻ ആഗ്രഹിക്കാത്ത പോലെ. പിന്നെ എന്തായാലും പോവല്ലേ? ഞാൻ തന്നൊക്കെ തിരിച്ചെന്നിട്ട് പൊക്കോ. എന്ത്? അവൾ ചോദ്യഭാഗത്തിൽ അവരെ നോക്കി. അല്ല, നേരത്തെ തന്നതേ. അയ്യടാ, അപ്പൊ അതായിരുന്നല്ലേ മോന്റെ ഉദ്ദേശം? കല്യാണം വരെ ഓർത്തിരിക്കാൻ പ്ലീസ്. നടപ്പില്ല മോനെ, ഒന്ന് പൊയ്ക്ക്, ഞാൻ റെഡി ആവട്ടെ. വെറുതെ ഇത് വാങ്ങിക്കാനായിട്ട് എന്നെ അങ്ങോട്ടേക്ക് വരുത്തരുത് പ്ലീസ്. നല്ല മോളല്ലേ, ഒറ്റൊരെണ്ണം കവിളത്ത്, അല്ലെങ്കിൽ ചുണ്ടത്ത്, അല്ലെങ്കിൽ ഈ ചെവിയുടെ താഴെ പ്ലീസ്. ഞാൻ തന്ന മതി കളിയാ. മനു അകത്തേക്ക് കടന്നു വന്നു. ഋഷി ദേഷ്യത്തോടെ അവനെ നോക്കി. നിനക്ക് ഇനിയും മതിയായില്ലടാ തെണ്ടി. ഇല്ലടാ, ഇല്ല, എനിക്ക് മതിയായിട്ടില്ല. നിന്റെയൊക്കെ തോന്നിവാസത്തിന് ആ പല്ലില്ലാത്ത കിളവി തല്ലി പൊളിച്ച എന്റെ പുറന്റെ മുതുക് അപ്പോഴേ ഓങ്ങി വെച്ചാൽ ഞാൻ നിനക്ക് ഇത്ര പെട്ടെന്ന് ദൈവം അവസരം തരുന്ന കരുതിയിടടാ മോനെ. എനിക്കും കിട്ടടാ തെണ്ടി അവസരം. അന്ന് ഞാൻ എടുത്തോളടാ, കാലമാടാ. ആയിക്കോട്ടെ, എന്നാ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് ചെല്ല്, ഞങ്ങൾക്ക് ഇറങ്ങണം. ടൈം തീരെയില്ല. സോറി അളിയാ. പൊരകത്തുമ്പോ തന്നെ നിനക്ക് വാഴ വെട്ടണം അല്ലേടാ തെണ്ടി. യെസ്, അതാണല്ലോ ശീലം. ഐ ആം ത്രിൽഡ് മോനെ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇന്നു മുതൽ എൻ്റെ വീട്ടിലേക്കുള്ള പ്രവേശനം നിനക്ക് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. നോ എൻട്രി. ആര് നിരോധിച്ചു? വേറെ ആര്? ഈ ഞാൻ തന്നെ. അളിയാ. ഋഷി അവസാന പ്രതീക്ഷയറ്റവനെ പോലെ അവനെ നോക്കി. ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. എൻ്റെ പെങ്ങൾ ഋഷിക്കും വേറെ വഴി ഞാൻ കാണുന്നില്ല. ഗേറ്റിന് പുറത്ത് കണ്ടാൽ പോലും കാലി ഞാൻ തല്ലി ഓടിക്കും. നിന്നോടൊക്കെ ദൈവം ചോദിക്കടാ പന്ന. ഇനി ഇവിടെ നിന്നാൽ അതിലും വലിയ മലയാള പദങ്ങൾ കേൾക്കുന്ന മനസ്സിലായ മനു പുറത്തേക്ക് ഓടി. ഋഷി ചിരിച്ചുകൊണ്ട് നിൽക്കാൻ തനുവിനരികിൽ വന്ന് നിന്നു. നീ ചിരിക്കണ്ട, സായി കെട്ടാ മതിലിയാടിയാണെങ്കിൽ ഞാൻ വരും, നോയിക്കോ, എല്ലാത്തിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട്. മുണ്ടും മടക്കി കുത്തി ദേഷ്യത്തിലാവൻ പുറത്തേക്ക് പോയി. തനി വേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരും അവരെ യാത്രയാക്കാൻ റെഡിയായി നിൽപ്പുണ്ട്. സമയം കളയണ്ട, ഇറങ്ങിക്കോളൂ. എന്നാ ഞാൻ കൊണ്ടായിക്കോളാം. മുത്തി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഋഷി വണ്ടിയുടെ ചാവിടുത്ത് മുന്നോട്ട് വന്നു. അയ്യോ, എന്റെ മോ വല്ലാണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. മനു, വണ്ടി എടുക്കടാ. എപ്പെടുത്തു ചോദിച്ചാ മതി, മുത്തി പറഞ്ഞു. മനു വണ്ടിയെടുത്ത് റെഡിയായി വന്നു. തനു വണ്ടിയിൽ കയറാനായി ചെന്നു. മുത്തി സങ്കടത്തോടുകൂടി അവിടെ അടുത്തേക്ക് ചെന്ന് ബാഗ് പിടിച്ചു വാങ്ങി. അത് കണ്ടപ്പോഴാണ് ഋഷിക്ക് സമാധാനമായത്. മുത്തിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. അവളെ പറഞ്ഞു വിടില്ലെന്ന് അവന്റെ മനസ്സ് പറഞ്ഞിരുന്നു. ആശ്വാസത്തിന്റെ ഒരു മഞ്ഞുതുള്ളി അവന്റെ മനസ്സിലേക്ക് വീണു. അവനും മുത്തിയുടെ അടുത്തേക്ക് ചെന്നു. എനിക്കറിയായിരുന്നു മുത്തി ഇവളെ വിടില്ല എന്ന്. ഋഷി മുത്തിയുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു. ഒന്ന് പോടാ ചെറുക്ക, ഇവിടെ എല്ലാ ഡ്രസ്സ് എടുത്തുകൊണ്ടായ പിന്നെ ഞാൻ എന്തെടുത്തിട്ട് ടിക്ടോക്ക് ചെയ്യും. അതും പറഞ്ഞ് കണ്ണു തള്ളി നിൽക്കുന്ന ഋഷിയെ മൈൻഡാക്കാതെ അവളുടെ ബാഗിൽ നിന്ന് ആവശ്യമുള്ള എടുത്തിട്ട് തിരികെ കൊടുത്തു. ഋഷിക്ക് അടിമുടി പെരുത്ത് കയറുന്നുണ്ട്. ആന കൊടുത്താൽ ആശ കൊടുക്കാൻ പാടുണ്ടോ? തന്നെ അവനെ നോയിക്കൊണ്ട് യാത്ര വെച്ച് വണ്ടിയിൽ കയറി. ഋഷി മുഖവും കയറ്റി പിടിച്ച് നിന്നു. അളിയ, ഒരു കാര്യം കൂടെ. മനു ഋഷിയെ പതിയെ അടുത്തേക്ക് വിളിച്ചു. എന്താണാ പുല്ലേ? അല്ലെങ്കിലേ അടിമുടി പെരുത്തുക്കുവാണ്, അതിനിടയിലാ. അതെ, രാത്രി മതിലിയാണ് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് 4 മടക്കി പെട്ടിയിൽ വെച്ചോ. പറയാൻ വിട്ടുപോയതാ, 2 കിലോ ഡോബർമാൻ വാങ്ങിച്ചിട്ടുണ്ട്. മുന്നിപ്പെട്ടാ പിന്നെ കല്യാണം കഴിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. നിന്റെ സ്ത്രീ ഇതിനെക്കോല് കടിച്ചു കയറി കളയും. മനു പറഞ്ഞു കേട്ട് ഇടിവെട്ടിയവനെ പാമ്പും കടിച്ച് അവന്റെ തലയിൽ തന്നെ തേങ്ങയും വീണ പോലെ നിൽക്കുന്ന ഋഷിയെ നോക്കി തന്റെ പോക്കറ്റിൽ നിന്ന് റെയ്ബാൻ ഗ്ലാസ് എടുത്ത് വെച്ച് മനു നല്ല സ്റ്റൈലിൽ ഓടിച്ചു പോയി. രാത്രി റൂമിലുലാത്തുകയാണ് ഋഷി. മൂട്ടിൽ തീ പിടിച്ച പോലെ നടക്കുകയാണ്. ഇന്ന് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നെഞ്ചത്ത് പൊങ്കാലിട്ടതിന്റെ പ്രതിഷേധം പാവുറക്കം പോലും ഇല്ലാതെ ഉലാത്തുകയാണ്. നോക്കുമ്പോൾ ആദ്യം ഉണ്ണിയും പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. കള്ള ബടുവകള്. പോയി നടുവിന് കണ്ട് ചവിട്ട് കൊടുക്കാനാണ് ആദ്യം തോന്നിയത്. പിന്നെ എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചു നിന്നു. പിന്നെ ഒരു രക്ഷയുമില്ല. കണ്ടില്ലെങ്കിൽ ശ്വാസം മുട്ടി ചാവു എന്ന അവസ്ഥ വന്നപ്പോൾ അവൻ ട്രാക്ക് സ്യൂട്ടും ഹുഡി ജാക്കറ്റും എടുത്ത് രണ്ടും കൽപ്പിച്ച് ബൈക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി.
മനുവിന്റെ വീടിന് മുമ്പിൽ ബൈക്ക് വെച്ച് പുറത്ത് മണത്ത് നടക്കുകയാണ്. ഗേറ്റ് നേരത്തെ പൂട്ടി കാരണം മതിൽ ചാടൽ മാത്രമേ ഇനി വഴിയുള്ളൂ. ഋഷി ബൈക്ക് മതിലിനോട് ചേർത്ത് വെച്ച് അതിൽ കയറി. പിന്നെ എങ്ങനെയൊക്കെ ഏന്തി വലിഞ്ഞ് മതിൽ ചാടിയതും ചെന്ന് വീണ് ഒരു കറുത്ത രൂപത്തിന്റെ മുമ്പിലായിരുന്നു. രണ്ടു കൈയിലും ചങ്ങലക്കിട്ട പട്ടികളെ പിടിച്ച ഒരു രൂപം. ഈശ്വര, കാലം പോത്തിന് വിട്ടിപ്പോ പട്ടികളെയും കൊണ്ടാണ് നടപ്പ്. അയ്യോ! ഋഷി ഒരു അലറലോടെ പിന്നോട്ട് നീങ്ങിയതും ആ രൂപം ഒന്നുകൂടെ അടുത്തേക്ക് വന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് പോക്കിൽ നിന്ന് ടോർച്ചെടുത്ത് ആ മുഖത്തേക്ക് അടിച്ചു നോക്കിയതും മുന്നിൽ ഇളിച്ചുകൊണ്ട് മനു നിൽക്കുന്നു. എടാ സാമദ്രോഹി, നീയായിരുന്നോടാ പുല്ലേ. മനുഷ്യന്റെ പാതി ജീവനങ്ങ് പോയല്ലോ. നീ ഇന്നും അതിൽ ചാടുന്ന അറിയാതിരിക്കാൻ മാത്രം പണ്ടരന്നല്ലേടാ ഞാൻ. ബൈ വന്ന വഴി വേഗം തിരിച്ചു കാണിക്കോ. പെങ്ങളൂട്ടി ഉറങ്ങി. വേഗായിക്കോട്ടെ. നോ നിന്നെ നീയാ. ഋഷി ചീറിക്കൊണ്ട് മുന്നോട്ട് വന്നു. നോ അവിടെ നിൽക്കും മനു. പണ്ടത്തെ മനുവല്ലേ മോനെ. ഇടം വലം കണ്ടോ? കടിച്ചു കീറി കൊടല് പുറത്തിട്ട് കളയും. അപ്പോഴാണ് ഋഷി അവന്റെ കയ്യിലെ ചങ്ങല ശ്രദ്ധിക്കുന്നത്. 2 കിടിലൻ ടോബർമാൻ. ഡാ തെണ്ടി, ചതിയാ. ഋഷി പെട്ടെന്നുള്ള വികാരക്ഷോഭത്താൽ മനുവിന്റെ നേർക്ക് കൈപൊക്കിയതും റോക്കി കമോൺ. മനുവിന്റെ ആജ്ഞ കിട്ടിയതും പട്ടികൾ രണ്ടും കുരച്ചുകൊണ്ട് ഋഷിയുടെ നേർക്ക് ചാടി. നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് തെണ്ടി നീ എന്നോട് ഇങ്ങനെ? ഞാനത് കണ്ടിട്ട് പൊക്കോളാ ശവമേ. നോ, കല്യാണം വരെ നിന്നെ ഈ പ്രദേശത്ത് അടുപ്പിക്കരുതെന്നാ മുത്തിയുടെ ഓർഡർ. മോ വന്ന വഴി ചാടിക്കോ. വെറുതെ എന്റെ റോക്കിക്കും ലോക്കിക്കും പണി ഉണ്ടാക്കരുത്. നിന്നോടൊക്കെ ദൈവം ചോദിക്കടാ തെണ്ടി. നോയിക്കോ. ഋഷി എണ്ണിപ്പെറുക്കി പദം പറഞ്ഞ് മതിൽ ചാടി വണ്ടിയെടുത്ത് പോയി. പിന്നെ കാര്യങ്ങളെല്ലാം നല്ല ശടവിടേന്നായിരുന്നു. ഋഷിമോൻ മതിൽ ചാടാൻ മുട്ടി നടക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനാണ് തീരുമാനം. മുത്തി തന്നെ ജോത്സ്യനെ കണ്ട് കല്യാണം തീരുമാനിച്ചു. ഋഷിയുടെ ആർത്തി കണക്കിലെടുത്ത് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഒന്ന് തന്നെ എടുത്തു. വരുന്ന ഞായറാഴ്ചയാണ്. ജോത്സ്യനെ കണ്ട് മടങ്ങുന്ന വഴി അവരെല്ലാം കൂടി മനുവിന്റെ വീട്ടിൽ കയറി തനുവിനെ കാണാൻ. ഋഷിക്ക് ഒറ്റയ്ക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നതിനാൽ കുറച്ചു ദിവസമായി തനുവിനെ കണ്ടിട്ട് ഓൺലി ഫോണിംഗ് പ്രോഗ്രാം മാത്രമാണ് മുത്തി അനുവദിച്ചു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിലേറ്ററിൽ കാലുവല്ലാതെ അമർന്നിരുന്നു. എല്ലാവരും അവന്റെ വെപ്രാളവും പരവേശം കണ്ട് ചിരി കടിച്ചമർത്തിയിരിക്കുന്നുണ്ട്. അവരുടെ വണ്ടി വന്നു. മുറ്റത്ത് നിന്ന് തനു ഓടി വന്ന് മുത്തിയെ കെട്ടിപ്പിടിച്ചു. ഋഷി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം കാണുന്ന പോലെ. അവളും എല്ലാവരും ഉള്ള കാരണം ഒന്നും സംസാരിക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടി. മനുവിന്റെ അച്ഛനും അമ്മയോടും മുത്തി കല്യാണക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അവരും സന്തോഷത്തിലാണ്. തനു ഒരാഴ്ച കൂടി ഉണ്ടാവുള്ളൂ എന്ന വിഷമം മാത്രമേ ഉള്ളൂ അവർക്ക്. കുറച്ച് ദിവസങ്ങളോട് തന്നെ പെൺമക്കളില്ലാത്ത അവർക്ക് ആ കുറവ് നികത്തിയത് അവളാണ്. നാളെ രാവിലെ ഞങ്ങൾ വരും. തനുമോള് റെഡി ആയിട്ട് നിൽക്കണം. കല്യാണ സാരി ആഭരണങ്ങളെല്ലാം എടുക്കാൻ പോകണം. മുത്തി പറഞ്ഞു. തനു സന്തോഷത്തോടെ തലകുലുക്കി. ഋഷിയുടെ മനസ്സിൽ ഒരു ലോഡ് ലഡുകൾ പൊട്ടി. എല്ലാവരും കല്യാണത്തിന്റെ ചർച്ചയിൽ മുഴുകിയിരിക്കവേ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഋഷി തനുവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തെത്തിയത് അവൾ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തോളിൽ മുഖം ചേർത്തവൻ നിന്നു. കാണാതിരുന്നുള്ള പരിഭവങ്ങൾ പറയാതെ പറഞ്ഞു തീർക്കുന്ന പോലെ അവന്റെ ശ്വാസത്തിലെ ഓരോ സ്പന്ദനവും മനസ്സിലാക്കിയെന്ന പോലെ അവനോട് അലിഞ്ഞ് അവളും നിന്നു. കഴിഞ്ഞോ? അവളുടെ ചോദ്യം കേട്ടതും അവൻ പതിയെ അടന്നു മാറിയെങ്കിലും അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് കൈകൾ കോർത്ത് പിടിച്ച് നിന്നു. കഴിഞ്ഞിട്ടില്ല മോളെ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെയാ ദിവസങ്ങൾ തള്ളി നീക്കുന്ന എനിക്ക് പോലും അറിയില്ല. നിന്നെ കാണാതെ നെഞ്ചൊക്കെ വിങ്ങുമായിരുന്നു. ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല. അയ്യേ, ഇങ്ങനെയൊക്കെ പെൺകുട്ടികളല്ലേ പറയാ, നാണമില്ലല്ലോ. അവൾ കളിയാക്കിക്കൊണ്ട് അവനെ മൂക്കിൽ പിടിച്ചുലച്ചു. എനിക്ക് കുറച്ച് നാണം കുറവാ. എന്റെ പെണ്ണിനെ കാണാൻ ചങ്കുപൊട്ടി നടക്കണം ഞാൻ എവിടെയും വിളിച്ചു പറയും. എനിക്കെന്തോ പേടി പോലെ ഋഷിയേട്ടാ. ഇത്രയും സന്തോഷിക്കുമ്പോൾ എന്തോ ആപത്ത് വരുന്ന പോലെ. വേറൊന്നും ആലോചിക്കണ്ട. നീ ഋഷിയുടെ പെണ്ണാ. ഒരാൾ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ല. അതോർത്ത് ടെൻഷൻ വേണ്ട. ഇനി കല്യാണത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന 5 കുട്ടികളെ പറ്റി. അതിൽ കൂടുതലൊന്നും വേണ്ട. 5? എന്തേ കുറഞ്ഞു പോയോ? ഞാൻ റെഡി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 7 ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 7s ടീം ഉറക്കാം. ഫുട്ബോൾ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ട്രയൽ ഇപ്പം തന്നെ നോക്കിക്കളയാം. അകത്തെല്ലാവരും ബിസിയാണെന്നേ. അതും പറഞ്ഞ് കള്ളച്ചിരിയോട് അവളെ പിടിച്ചടുപ്പിച്ചത് അവളവനെ തള്ളി മാറ്റി ഓടി. അവളെ പിടിക്കാനായി ഓടിയ ഋഷി ചെന്നുവിട്ട് തന്നെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ മനുവിന്റെ മുമ്പിലാണ്. മനുവിനെ കണ്ടത് ഋഷി ഓടി വന്ന അതേ സ്പീഡിൽ തന്നെ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. ഋഷി മോനെ ഇങ്ങ് പോര്, അവിടെ ലോക്കല്ല. മനു പറഞ്ഞു കേട്ടതും അതിന്റെ അർത്ഥം മനസ്സിലാവാൻ ഋഷി എന്താന്നുള്ള ഭാഗത്തിൽ തിരിഞ്ഞു നോക്കി. ഡോബർമാന്റെ കൂടെ ലോക്കല്ലാന്ന് കേട്ടത് ഋഷി ഒറ്റയോട്ടത്തിന് മനുവിന്റെ അടുത്തെത്തി. നിനക്കിതിനൊക്കെ ഒന്ന് പൂട്ടിയിട്ടുള്ള ദ്രോഹി. മനഃപൂർവ്വനെ ദ്രോഹിക്കാൻ ഇറങ്ങിയിരിക്കാനുള്ള പൊന്നി. നിന്റെ മേലെന്റെ ഈ 2 കണ്ണുകൾ എപ്പോഴും ഉണ്ടാവും മോനെ. എന്തിന്? ഋഷി ദയനീയമായി അവനെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.